സത്യം പറഞ്ഞാല് പറയുന്നവനെ അവർ ശരിയായി കളയും. അതാണ് പ്രശ്നം. അല്ല, കേരളത്തിൽ എത്ര എളുപ്പത്തിൽ സത്യം പറയാൻ പറ്റിയല്ല. ഇപ്പൊ വെള്ളപ്പൊക്കം തന്നെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. അത് ഇത്രയും ഭംഗിയായിട്ട് തന്നുകൊണ്ടാണ് കേരളം ലോകത്തിലെ സുന്ദരമായ പ്രദേശമായത്. അപ്പൊ ഈ മഴ ഇങ്ങനെ 360 ദിവസവും തുല്യമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എക്സസ് ആയിട്ട് മഴ പെയ്യും. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വരൾച്ചയ്ക്ക് ഉപയോഗിക്കണം. ഡാം പണിയാൻ സമ്മതിക്കൂ? ഡാം പണിഞ്ഞാൽ ഇപ്പൊ ഭൂലോകം അവസാനിക്കുന്ന ഭയങ്കര വെള്ളം. 44 നദിയിൽ 22 നദിയിലും വെള്ളമില്ല. ഇനി വെള്ളം കൂടുതൽ വന്നാൽ ആ വെള്ളം എക്സസ് വെള്ളം ഇല്ലാത്തവന് കൊടുക്കണം. നമ്മുടെ ആ തൊട്ടയൽ സംസ്ഥാനം തമിഴ്നാടിന് വെള്ളമില്ല. അപ്പൊ നമ്മൾ എക്സസ് വെള്ളം തമിഴ്നാടിന് കൊടുക്കാൻ പറയും. ഓയ് ഭയങ്കര പ്രശ്നം. മുല്ലപ്പെരിയാറ് അതും ഭയങ്കര പ്രശ്നം. കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഡാം ഉണ്ടാക്കി. ആ ഡാം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് സിൽറ്റ് വന്ന് അടിഞ്ഞിട്ട് മണലും ചെളിയും വന്ന് അടിഞ്ഞിട്ട് ഒറിജിനൽ ഡാമിന്റെ പകുതി പോലും സ്റ്റോറേജ് ആ സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഡാം പെട്ടെന്ന് ഓവർഫ്ലോ ചെയ്യുന്നത്. ആ മണലും ചെളിയൊന്നും വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. ഇനി വെള്ളം പുറത്തോട്ട് ഒഴുകിയാൽ ഈ നദിയിൽ കൂടെ ഒഴുകാനുള്ള സ്പേസിലെ ചെളിയും മണലും വന്നു. അപ്പൊ കാലാകാലങ്ങളിൽ മനുഷ്യൻ മണലും ചെളിയും വാരിയിട്ട് ഈ നദി തുറന്നു കൊടുക്കും. 30 കൊല്ലമായിട്ട് മണൽ വാരാൻ പറ്റിയില്ല. മണലും ചെളിയും വാരാൻ നോക്കാത്തോണ്ട് നദിയിൽ കൂടെ ഒഴുകേണ്ട വെള്ളത്തിന്റെ പകുതി പോലും ഒഴുകുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? കര കവിഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ കയറി ശല്യം ചെയ്യാണ്. അപ്പൊ ഇതൊന്ന് വാരി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവും. അതിന് പകരം ജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇനി നദി ഒഴുകുമ്പോൾ ഈ തീരം പൊട്ടിച്ചിട്ട് കരക്കോട്ട് വെള്ളം കയറുന്നുണ്ടാണ് ജനങ്ങളുടെ ഇടയ്ക്കോട്ട് പോകുന്നത്. ആ സ്ഥലം നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മള് കല്ലുകൊണ്ട് മതിൽ കെട്ടി ഒരു 2 മീറ്റർ പൊക്കത്തിൽ കെട്ടിയിട്ടാൽ ഈ ജനങ്ങൾ മുഴുവൻ രക്ഷപ്പെടും. അപ്പൊ അതിന് പാറ പൊട്ടിക്കണം. ക്വാറി തൊടാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നം. എന്ത് തൊട്ടാലും തൊട്ടളിക്കത്തില്ല. കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ പകുതിയിലേറെ ആളുകൾ മരിക്കുന്നത് ഈ ഉരുള് പൊട്ടിയിട്ടാണ്, അല്ലാതെ വെള്ളത്തിൽ വീണിട്ടല്ല. 2018 പോലും മരിച്ചതിന് 65% ഉരുള് പൊട്ടിയാണ്. അപ്പൊ എവിടെയാണ് ഈ ഉരുള് പൊട്ടുന്നത്? അത് 4500 കൊല്ലത്തിന് മുമ്പ് ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ ഇംഹോട്ടപ്പ് ഈജിപ്തിൽ കണ്ടുപിടിച്ചാണ്. പിരമിഡുകൾ ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പൊ ഡജോസർ എന്നായിരുന്നു ഫറോ രാജാവിന്റെ പേര്. ആ രാജാവിന്റെ ഇൻസ്ട്രക്ഷൻ പറയാൻ ഇംഹോട്ടപ്പ് കണ്ടുപിടിച്ചു 52.52 ഡിഗ്രി കൂടുതൽ സ്ലോപ്പ് ഉണ്ടായാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും കൂടുതൽ സ്ലോപ്പുള്ള സ്ഥലം നമുക്കറിയാം. ആ സ്ഥലത്ത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്ന സ്ഥലത്ത് റീറ്റൈനിങ് പോലെ പണിഞ്ഞാൽ ഉരുൾപൊട്ടൽ തടയാം. ആ റീറ്റൈനിങ് പോലെ പണിഞ്ഞെങ്കിൽ പാറ പൊട്ടിക്കാൻ പറ്റിയല്ല. ചേട്ടാ ഒരു രീതിയിലും ഈ ജീവിച്ചു പോകാൻ ഈ മലയാളി സമ്മതിക്കത്തില്ല. മലയാളി എളുപ്പത്തിൽ പറ്റിക്കാം. എളുപ്പത്തിൽ അങ്ങോട്ട് അവൻ വിശ്വസിക്കും. പണ്ട് ഈ കാള പറ്റാൽ കയറെടുക്കരുതെന്ന് പറഞ്ഞ് പണ്ടൊരു പഴം പിടിക്കുന്നത് പണ്ടേ മലയാളിക്ക് ഈ വിഡ്ഢിത്തരം പണ്ടേ മലയാളിക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടായത്. അപ്പൊ ഈ മലയാളി ശാസ്ത്രീയമായി ചിന്തിച്ച് ശാസ്ത്രീയമായി പ്രശ്നം പരിഹരിക്കണം. അല്ലാതെ ജനത്തെ മുഴുവൻ ഇട്ട് വേറിട്ട് നാശമാക്കി അവരെ ഇട്ട് അനുഭവിക്കരുത്. അപ്പൊ ഇന്ത്യക്കാരിയായ ഒരാള് നമ്മുടെ പെപ്സിക്കോളയുടെ ജനറൽ മാനേജറായി ഇന്ദിരാനുയി. അപ്പൊ അവർ 2500 കോടി രൂപ കുട്ടനാടിന് തരാമെന്ന് പറഞ്ഞു. അവിടെ വെള്ളത്തിൽ നിന്ന് പെപ്സിക്കോളായും മിനറൽ വാട്ടറും കൊണ്ടുപോകണം. 3000 കുട്ടനാട്ടുകാർക്ക് ജോലി കിട്ടും. 2500 കോടി രൂപ കുട്ടനാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. ഓടിശാസ്ത്രീയെ. കാരണം അത്രയും മിനറൽ വാട്ടറും അത്രയും പെപ്സിക്കോളായും പോയിരുന്നെങ്കിൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഒരു 2 മീറ്റർ താന്നേനെയായിരുന്നു. കുട്ടനാട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. 3000 പേർക്ക് തൊഴിലും കിട്ടിയതിനായിരുന്നു. ഓടിച്ചു ഇന്ദിരാനുയെ. ഇതാണ് മലയാളിയുടെ പരിപാടി. ഒരു രീതിയിലും മലയാളി രക്ഷപ്പെടുകയാണ്. വലിയ പാടാ അങ്ങ് പറഞ്ഞതിനകത്ത്